പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ അമേരിക്കയുടെ ശക്തമായ ആക്രമണം സ്ഥിരീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും പിടികൂടി രാജ്യത്തിന് പുറത്ത് കടത്തിയതായാണ് വിവരം. വെനസ്വേലയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. തലസ്ഥാനമായ കാരക്കാസിൽ ഉൾപ്പെടെ 7 സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ. കാരക്കാസ്, മിറാൻഡ, അറാഹുവ സംസ്ഥാനങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് വെനസ്വേല സ്ഥിരീകരിച്ചു. ആദ്യം ദൃശ്യങ്ങൾ. Mierda, marico, se prendió el peo en esta mierda, ¿oyó? രേണുക രാജേന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രേണുക, 90 മുതൽ തുടങ്ങിയ അല്ലെങ്കിൽ 99 മുതൽ തുടങ്ങിയ ആ ഒരു ആക്രമണം, അമേരിക്കൻ ആക്രമണം, എനിക്ക് തോന്നുന്നു അവസാനത്തെ ഈ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഈ കടലാക്രമണത്തിൽ വ്യാപകമായി അമേരിക്ക ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ വെനസ്വേലയ്ക്കെതിരെ കടലാക്രമണം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വ്യോമത്താവളങ്ങൾ സംബന്ധിച്ചും കടുത്ത രീതിയിൽ ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. ലാകാർലോ വ്യോമത്താവളത്തിലടക്കം വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ നിക്കോളാസ് മഡൂറോയും ഭാര്യയും ബന്ധിയാക്കി എന്നുള്ള ഒരു സ്ഥിരീകരണം കൂടി ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? കാളിദാസൻ, ഏകദേശം 1999 മുതലുള്ള ഒരു വിഷയമാണ് ഇതെന്ന് വേണം പറയാൻ. ഇപ്പോൾ എന്തായാലും ട്രംപിന്റെ ഭാഗത്ത് നിന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വെനസ്വേലയിലെ പ്രസിഡന്റായ നിക്കോളാസ് മഡൂറോയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും താൻ ബന്ദിയാക്കിയിട്ടുണ്ട്, തൻ്റെ കസ്റ്റഡിയിലാണ് ഇവർ എന്നുകൂടി പറയുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഒരു വെനസ്വേല പോലെയുള്ള ഒരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റിനെയാണ്, ഒരു ഉയർന്ന ഒരു അധികാരിയാണ് ഇപ്പോൾ എന്തായാലും ട്രംപ് ഇപ്പോൾ ബന്ദിയാക്കിയിരിക്കുന്നത് എന്നതാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ചു എന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും പിടികൂടിയിട്ടുണ്ടെന്നാണ് ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഞാൻ ബന്ദിയാക്കി എന്നതാണ് പറയുന്നത്. പ്രധാനമായിട്ടും സൈനിക കേന്ദ്രങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത്. ഈ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ഭാഗമായും വലിയ രീതിയിലുള്ള ഒരു ലഹരിക്കൊള്ള നടക്കുന്നു എന്ന് തന്നെ മുൻപും 2025 ഡിസംബർ മാസത്തിലും അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അമേരിക്ക മുൻപും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും തൊട്ടു പിന്നാലെ ഈ ഒരു ആക്രമണം തുടർന്ന് ഇപ്പോൾ എന്തായാലും പ്രസിഡന്റിന്റെ ഭാര്യയെ തന്നെ അമേരിക്കൻ സൈന്യം ബന്ദിയാക്കി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വെനസ്വേലയിലെ അധികാരികളുടെ ഭാഗത്ത് നിന്നിരിക്കുന്ന വിവരം, എന്തായാലും വെനസ്വേലയുടെ പ്രസിഡന്റ് എവിടെയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ എവിടെയാണ് എന്നൊരു കാര്യത്തിൽ നിലവിൽ എന്തായാലും അവർക്കും അറിയില്ല എന്ന് തന്നെയാണ് വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വനിതയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഈ ഒരു പ്രസ്താവന ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ എന്തായാലും വെനസ്വേലയിലെ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് മഡൂറോയെയും ഭാര്യയും നാടുകടത്തി എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. അമേരിക്കയുമായുള്ള സംഘർഷത്തിനിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ വ്യോമ ആക്രമണം നടത്തിയിരിക്കുകയാണ്. എന്തായാലും ശക്തമായ രീതിയിലുള്ള സൈനിക താവളങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. കാരണം സമാധാന നൊബേൽ പ്രൈസ് തനിക്ക് ലഭിക്കണമെന്നൊരു രീതിയിൽ അമേരിക്ക പല രീതിയിൽ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ, ഇറാൻ, അങ്ങനെ നിരവധി രാജ്യങ്ങളുടെ ഒരു ഈ ആക്രമണങ്ങൾക്കെല്ലാം അദ്ദേഹം ആക്രമിക്കാൻ പാടില്ല എന്ന രീതിയിൽ എന്തായാലും ഇത്തരം ഒരു വലിയൊരു വിവാദത്തിലേക്ക്, ഒരു വലിയ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഇടനിലക്കാരനായിട്ടുണ്ട്. ആക്രമണങ്ങൾ വരാൻ പാടില്ല എന്നൊരു രീതിയിൽ പോയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നു. മഡൂറോയെ ബന്ദിയാക്കി അമേരിക്ക എന്നൊരു വാർത്ത കൂടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും അതിനകത്ത് ഏറെ പ്രധാനപ്പെട്ടത് കാളിദാസൻ, അമേരിക്കൻ പ്രസിഡന്റ് ഫ്ലോറിഡയിൽ വസതിയിലെത്തി ഇന്ന് 11 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം രാത്രി 10:30 എന്തായാലും ഇന്ന് മാധ്യമങ്ങളെ കാണും എന്ന് കൂടി തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരിക്കുന്നത്. അതിലാണ് കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരാൻ പോകുന്നത്. ബന്ദിയാക്കി എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഏതൊക്കെ കേന്ദ്രങ്ങളാണ്, വെനസ്വേലയുടെ ഏതൊക്കെ മേഖലകളാണ് പ്രധാനമായും ഇദ്ദേഹം കേന്ദ്രീകരിച്ച ഒരു ആക്രമണം നടത്തിയത് എന്നൊരു കാര്യത്തിൽ എന്തായാലും വ്യക്തമായ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നിരവധി പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ കൂടെ വെനസ്വേലയ്ക്ക് പോലും നിലവിലൊരു സ്ഥിതി ഇല്ല, അല്ലെങ്കിൽ വെനസ്വേലയ്ക്ക് പോലും കൃത്യമായ രീതിയിൽ ഒരു കണക്കുകളില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നു, തൻ്റെ പ്രസിഡന്റിന്റെ ഭാര്യയും വെനസ്വേലയിലില്ല, അവർ എവിടെയാണ് എന്നൊരു കാര്യത്തിൽ അറിയത്തില്ല. വെനസ്വേലയിലേക്ക് അമേരിക്ക നുഴഞ്ഞു കയറി എന്ന് വേണം പറയാൻ. ഇപ്പോൾ
എന്തായാലും ശക്തമായ രീതിയിലുള്ള പല ഭാഗങ്ങളിലായിട്ട് വെനസ്വേലയുടെ പല ഭാഗങ്ങളിൽ ശക്തമായ രീതിയിലുള്ള ഒരു അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു സൈനിക ആക്രമണം തന്നെയാണ് നടക്കുന്നത്. നിക്കോളാസ് മദൂറോ ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്തുകാരൻ അല്ലെങ്കിൽ സംഘത്തിന്റെ പ്രധാന കണ്ണി എന്ന് ആദ്യം തന്നെ ട്രംപ് എന്തായാലും പറഞ്ഞിരുന്നു. ഇങ്ങനെ ആരോപിച്ചായിരുന്നു തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇന്ന് പുലർച്ചെ എന്തായാലും ശനിയാഴ്ച, അതായത് ഇന്ന് അമേരിക്ക വെനസ്വേലയിലേക്ക് കടുത്ത രീതിയിലുള്ള ഒരു ആരോപണം തന്നെയായിരുന്നു. കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും വെനസ്വേലയിൽ നാർക്കോ ടെററിസം നടക്കുന്നുണ്ട്. നാർക്കോ ടെററിസത്തിന്റെ ഭാഗമായി അമേരിക്കയിലേക്ക് കൊളറാഡോ കേന്ദ്രീകരിച്ചൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഡ്രഗ് കാർട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ഡ്രഗ് കാർട്ടൽസിനെയും ഒരു അതിമാരകമായ ഡ്രഗുകൾ, മയക്കുമരുന്നുകൾ അമേരിക്കയിലേക്ക് എത്തിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ അമേരിക്കയുടെ കയ്യിലുണ്ട്, പക്കലുണ്ട് എന്നുള്ളതൊക്കെ തന്നെ അമേരിക്ക നേരത്തെ തന്നെ പെന്റഗൺ സ്ഥിരീകരിച്ച ചില വിവരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ നിക്കോളാസ് മഡൂറോയെ പിടിച്ചു നൽകുന്ന ആൾക്ക് $15 മില്യൺ പാരിതോഷികം വരെ പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വെനസ്വേലയിൽ ഇനി ആക്രമണം നടന്നിരിക്കുന്നതും നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള തുടർ നീക്കങ്ങൾ വെനസ്വേലയെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ വെനസ്വേലയുടെ ഭരണകൂടത്തിനെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണല്ലേ? തീർച്ചയായും കാളിദാസൻ, എന്തായാലും വെനസ്വേലയിലെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിലവിലൊരു സ്ഥിരീകരണങ്ങളും നൽകിയിട്ടില്ല. മദൂറോയെ അറസ്റ്റ് ചെയ്തതിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ $50 മില്യൺ പാരിതോഷികം തരും, അല്ലെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദൂറോയുടെ തലയ്ക്ക്, അല്ലെങ്കിൽ നിക്കോളാസ് മദൂറോയുടെ തലയ്ക്ക് 50 മില്യൺ ആണ് താങ്കൾ $50 മില്യൺ തങ്ങൾ പാരിതോഷികം നൽകുന്നത്, പിടിച്ചു നൽകണമെന്ന രീതിയിൽ കൂടി എന്തായാലും 2025 വാർത്തകൾ വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വെനസ്വേലയുടെ തലസ്ഥാനമായ കരകസിലും വെനസ്വേലയുടെ മറ്റു ഭാഗങ്ങളിലും ഇപ്പോൾ സ്ഫോടനം നടത്തിയിരിക്കുന്നത്. മദൂറോ അധികാരം വിടണമെന്ന് ട്രംപ് മുൻപും പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക എണ്ണ പിടിച്ചെടുക്കാനുള്ള വെനസ്വേലയുടെ കയ്യിൽ ഏകദേശം വലിയ രീതിയിലുള്ള ഒരു തോതിൽ എണ്ണ സംഭരമുണ്ട്, അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ ഒരു കള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നത് വെനസ്വേലയും മുൻപും ആരോപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വെനസ്വേലയുടെ പ്രസിഡന്റിനെ അമേരിക്ക ബന്ദിയാക്കിയിരിക്കുന്നത് എന്ന വിവരമാണ്. ഇപ്പോൾ അവരെവിടെയാണ്, തങ്ങളുടെ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. തങ്ങൾ നാട് കടത്തി എന്നുകൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വിവരം വരുന്നുണ്ട്. അവരെവിടെയാണ്? അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും നിലവിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടില്ല. വെനസ്വേലയ്ക്ക് പോലും തന്റെ പ്രസിഡന്റ് എവിടെയാണ് എന്നൊരു കാര്യത്തിൽ അറിയത്തില്ല. വെനസ്വേലയുടെ ഇപ്പോഴും പല ഭാഗങ്ങളിലായിട്ട് എന്തായാലും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും തലസ്ഥാനമായ കാരക്കസിലും വെനസ്വേലയുടെ മറ്റു ഭാഗങ്ങളിലും സ്ഫോടനം നടക്കുന്നുണ്ട്. ഉഗ്ര ശബ്ദത്തോടെയുള്ള സ്ഫോടനങ്ങളാണ് പ്രദേശത്ത് നടക്കുന്നത്. അവിടുത്തെയുള്ള ജനങ്ങളും വളരെ ഭീതിയിലാണ്. എന്തായാലും സൈനികർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. കാരണം പ്രസിഡന്റ് പോലും സ്വന്തം രാജ്യത്തിന്റെ നഷ്ടമായിരിക്കുകയാണ്. എന്തായാലും വെനസ്വേലയ്ക്കും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വ്യോമാക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നിപ്പോൾ സ്ഫോടനങ്ങളൊക്കെ വെനസ്വേലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനെതിരെ ഇപ്പോൾ ലോകരാജ്യങ്ങൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെനസ്വേലയ്ക്ക് സഹായവുമായി, അല്ലെങ്കിൽ വെനസ്വേലയുടെ സൈഡിൽ നിന്ന് സംസാരിക്കാനായും ഇപ്പോൾ ലോകരാജ്യങ്ങളും സന്നദ്ധ അറിയിക്കുന്നു എന്നൊരു വിവരം കൂടി എന്തായാലും പുറത്തു വരുന്നുണ്ട് എന്നതാണ് കാളിദാസൻ പറയേണ്ടത്. തീർച്ചയായും ക്യൂബ ഇതിനെ സംബന്ധിച്ച് അപലപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു അമേരിക്കയുടെ ഈ ഒരു നീക്കത്തെ അപലപിച്ചിരിക്കുകയാണ് ക്യൂബ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്. എന്തായാലും വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും ബന്ദിയാക്കി എന്നുള്ള ഒരു സ്ഥിരീകരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നു എന്നുള്ളതാണ്. റഷ്യയുടെ പ്രതികരണം ഈ ഒരു സമയം വരുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കുന്നു. UN രക്ഷാസമിതി ചേരണം എന്നുള്ള റഷ്യയുടെ ഒരു പ്രതികരണം, ആദ്യ പ്രതികരണം വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ വീണ്ടും അമേരിക്ക ഒരു സംഘർഷത്തിന് ഇടയുണ്ടാക്കിയ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ലോകരാജ്യങ്ങൾ ഈ ഒരു നിമിഷം പ്രതികരിക്കുന്നത്. വെനസ്വേലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി കടുത്ത രീതിയിൽ ആക്രമണം ആരംഭിച്ചു, അതായത് കരയിൽ ആക്രമണം ആരംഭിച്ചു അമേരിക്ക എന്നുള്ളതാണ്. CIA പല ഭാഗങ്ങളിലും സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത തരത്തിൽ ചില ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ സംബന്ധിച്ച് ചില അവ്യക്തമായ വിവരങ്ങളൊക്കെ ഈ ഒരു നിമിഷമൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വെനസ്വേല നമുക്കറിയാം ഏറെ കാലമായി, അല്ലെങ്കിൽ നാർക്കോ
നാർക്കോ ടെററിസം വ്യാപകമായി നടത്തുന്നുണ്ട് വെനസ്വേല എന്ന രാജ്യം എന്നുള്ള ഒരു ആരോപണം ഏറെക്കാലമായി ഉയർന്നു വരുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ നിക്കോളാസ് മഡൂറോയുടെ ഭാര്യയുടെ അനുജന്മാരെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അമേരിക്ക ഇത്തരത്തിലുള്ള ഡ്രഗ് കാർട്ടൽസിനെ പിടികൂടാനായി, ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് സംഘങ്ങളെ പിടികൂടാനായി വലിയ രീതിയിലുള്ള നീക്കങ്ങൾ കാലങ്ങളായി നടത്തി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് 2022 ഇവരെ വിട്ടയക്കുന്ന സാഹചര്യമൊക്കെ തന്നെ തുടർന്നിരുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും വെനസ്വേലയിൽ വലിയൊരു സാമ്പത്തിക തകർച്ച നേരിടുന്ന കാലഘട്ടമാണ്. അല്ലെങ്കിൽ ഏറെ കാലമായി 83 തുടങ്ങിയ ആ ഒരു പണപ്പെരുപ്പം പിന്നീട് അങ്ങനെ വ്യാപിച്ച് അത് വർദ്ധിച്ച് ഹ്യൂഗോ ഷാവേസിന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴും ഹ്യൂഗോ ഷാവേസ് ഏറെക്കാലം അല്ലെങ്കിൽ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിലിരുന്ന 2013 വരെ 2013 അദ്ദേഹം മരണമടയുന്നത് വരെ അമേരിക്കക്കെതിരെ കടുത്ത രീതിയിലുള്ള ഒരു വിരോധം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ നിന്ന് മാറിയ ശേഷം അല്ലെങ്കിൽ ഹ്യൂഗോ ഷാവേസിന്റെ മരണത്തിന് ശേഷം നിക്കോളാസ് മഡൂറോ അതിലേക്ക് വരുമ്പോഴും അപ്പോഴും വെനസ്വേല കടുത്ത സാമ്പത്തിക തകർച്ചയിലായിരുന്നു. ഈ ഒരു അവസാന നിമിഷങ്ങളിൽ പോലും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു സാഹചര്യത്തിൽ പോലും വെനസ്വേല സാമ്പത്തിക തകർച്ചയിലാണ്. ഈ സാമ്പത്തിക തകർച്ചയെ മറികടക്കാൻ വെനസ്വേല കടുത്ത രീതിയിൽ അമേരിക്കയിലേക്കും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ വെനസ്വേലയിലെ വ്യോമത്താവളങ്ങളിൽ നിന്ന് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ നിരവധി മയക്കുമരുന്ന് കാർട്ടൽസിനെ മയക്കുമരുന്നുകൾ അതിമാരകമായ മയക്കുമരുന്നുകൾ പല രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും അടക്കം എത്തിക്കുന്നുണ്ട് എന്നുള്ള ആരോപണമൊക്കെ അമേരിക്ക ഏറെക്കാലമായി നടത്തി വരികയാണ്. ഇതൊക്കെ സംബന്ധിച്ച് ഈ മയക്കുമരുന്ന് സംഘങ്ങൾ ഈ മയക്കുമരുന്ന് എത്തിക്കുന്ന അല്ലെങ്കിൽ മയക്കുമരുന്നുമായി പോകുന്ന പല കപ്പലുകൾ നശിപ്പിച്ചു അമേരിക്ക എന്നുള്ള തരത്തിലും അമേരിക്ക പല ഘട്ടങ്ങളിലുമൊക്കെ പെന്റഗൺ ഹൗസ് അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ ഈ ഒരു നീക്കത്തെ അപലപിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ പ്രതികരണത്തെ സംബന്ധിച്ച് UN രക്ഷാസമിതി യോഗം ചേരണം എന്നുള്ളതാണ് റഷ്യയുടെ ഒരു പ്രതികരണം. അതോടൊപ്പം തന്നെ ക്യൂബ ഇതിനെ സംബന്ധിച്ച് ഈ ഒരു നീക്കത്തെ സംബന്ധിച്ച് അപലപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നിക്കോളാസ് മഡൂറോയെ പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആൾക്ക് $15 മില്യൺ പാരിതോഷികം അടക്കം പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിക്കോളാസ് മഡൂറോയും ഭാര്യയും അമേരിക്ക ബന്ദിയാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടത് അമേരിക്കയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികം വൈകാതെ രാത്രിയോടുകൂടി ഒരു വാർത്താ സമ്മേളനത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കും എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.